1 അബ്ദുൽ സലാം. പിന്നെന്താ 7558875593 ദാനധർമ്മം ചെയ്യൂ. ഐശ്വര്യമായിട്ട് ഒരു 100 രൂപ അങ്ങോട്ട് ദാനധർമ്മം ചെയ്യൂ. ദാനധർമ്മം ചെയ്തോളൂ. നിങ്ങളെയും കൂടെ ദാനധർമ്മം ചെയ്യൂ. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിഷയുടെ കൂടെ 4 പേരുണ്ട്. ഞാനുണ്ട്, നിഷയുണ്ട്. ഇനി മോളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയും സൗഹൃദങ്ങൾ നമുക്ക് വേണം. ഓക്കെ, ഇനിയും സൗഹൃദങ്ങൾ നിഷ ഉണ്ടാക്കണം. നല്ല നല്ല സൗഹൃദങ്ങൾ ഇനിയും ഉണ്ടാക്കിക്കൊണ്ട് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തുക കൊടുക്കണം. എന്നിട്ട് അവരോട് പറയണം, നമ്മൾ ചോദിക്കാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇടാൻ പറയണം. എൻ്റെ ഈ ലൈവ് വീഡിയോ അവർക്കെല്ലാം ഇട്ടം കൊടുത്താൽ മതി. പക്ഷെ പറഞ്ഞു തരുന്ന എനിക്ക് നിങ്ങൾ തുക തരണം. അതെപ്പോഴും മസ്റ്റാ. കാരണം ഈ 4 പേരെ നിങ്ങൾ കൂട്ടുക. ഈ 4 പേരല്ലേ ഇക്കാര്യം എന്ന് പറയുന്നത്. അവർക്കൊന്നും അറിയില്ല. എനിക്ക് മാത്രമേ ഇതറിയുള്ളൂ. അപ്പോൾ എനിക്കെപ്പോഴും കൊടുക്കാവുന്ന അപ്പോഴേ എനിക്കറിയാം. ഞാനാണിത് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ എന്റെ കാര്യം മറക്കുകയും ചെയ്യരുത്. അല്ലാതെ നിങ്ങൾ 4 പേരെ 3 പേരെ 6 പേരെ 10 പേരെയും കൂട്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിന്നെ ദാനധർമ്മം ചെയ്താൽ അത് സക്സസ് ആവത്തില്ല. കാരണം ഇത്രയും നെറ്റ് റീചാർജ് ചെയ്ത് നെറ്റും പോയി ഇത്രയും വന്ന് പറഞ്ഞു തരുന്ന വ്യക്തി ആരാണ്? ഗുരുനാഗ സൈലന്ദ്രി ദേവിയ. അപ്പൊ എനിക്കും കിട്ടും. ഞാനിത് പറഞ്ഞു തരുന്നത് ഗുരു ആരാണ്? ഞാന്. അപ്പൊ എനിക്ക് അതിന്റെ കിട്ടണം. അതുപോലെ തന്നെ അത് മനസ്സിലാക്കിയെടുത്ത് പ്രവർത്തിക്കുന്ന നിങ്ങൾക്കും കിട്ടണം. 2 പേർക്കാ. ഒന്ന് എനിക്ക്, ഇത് 2 മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നിങ്ങൾക്കും കിട്ടണം. അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെല്ലാരും ഒരേപോലെ മോളും സൗഹൃദങ്ങളെ കൂട്ടണം. സൗഹൃദങ്ങളെ 4 പേര് പോരാ. എന്നിട്ട് നിഷ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഇടുന്ന അതേ തുക കൂട്ടിയും കുറച്ചും കൊടുക്കണം. ഉള്ളപ്പോൾ ഉള്ളതുപോലെ കൊടുക്കണം, ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതുപോലെ കൊടുക്കണം. പക്ഷെ ഇത് നിർത്തരുത്. പലപ്പോഴും ഞാൻ ലൈവിൽ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ എനിക്ക് പലരും ദാനധർമ്മം ചെയ്യുന്നത്. അല്ലാത്തപ്പോൾ നിങ്ങൾ ആരും ദാനധർമ്മം ചെയ്യില്ല. കാരണം ഈ ലൈവിലൂടെ നിങ്ങളുടെ എല്ലാം പേര് വിളിച്ച് ഞാൻ പറയണം എന്നുള്ള രീതിയിലാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കറക്റ്റല്ല, അത് നേരായ വണ്ണമല്ല. കാരണം നിങ്ങളിൽ പലർക്കും നിങ്ങൾ ആരും തന്നെ ലൈവ് ചെയ്യുന്നില്ല, തത്സമയത്തിൽ വരുന്നില്ല. എന്നിട്ട് കൂടി നിങ്ങൾ ആരാണ് എന്താണെന്ന് അറിയാഞ്ഞിട്ട് കൂടി ഞാൻ നിങ്ങളെയൊക്കെ എന്നോടൊപ്പം കൂട്ടി എവിടെയൊക്കെയോ ഉള്ള കാശ് നിങ്ങൾക്ക് തരുന്ന രീതിയിൽ ഞാൻ ആക്കിയെടുത്തു. അല്ലേ? അങ്ങനെ ആക്കിയെടുത്തില്ലേ? ഇപ്പൊ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ പണമാവുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ കടം വാങ്ങിക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന്? ആരുടെയും കയ്യിൽ നിന്ന് ആരും ഇപ്പൊ കടക്കാരാവുന്നില്ല. മനസ്സിലായോ? നിങ്ങളെ കടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് ഞാൻ. പലരും എൻ്റെ അരികിൽ വന്ന് കടം വാങ്ങിച്ചിരുന്നാകെ എനിക്ക് അവിടെ കടം കൊടുക്കാനുണ്ട്, ഇവിടെ കടം കൊടുക്കാനുണ്ട്, അവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു. ഒരുപാട് ആളുകൾ ഇപ്പൊ അവർക്ക് കടം കൊടുക്കണോ വാങ്ങിക്കണോ ഒന്നും വേണ്ട. അവർക്കെല്ലാം ബാങ്കായി. ബാങ്കിലേക്ക് പണം വന്നും പോയും ഇങ്ങനെ റൗണ്ട് അടിച്ച് നിൽക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നില്ലേ?
നിങ്ങളുടെ വീട്ടിൽ ചിലവൊക്കെ നേരായ വിധത്തിൽ പോകുന്നില്ലേ? ഇപ്പൊ 4 പേരെ ആയിട്ടുള്ളൂ നിശയ്ക്ക്. കൂടുതൽ ആളുകളെ കൂട്ടണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കാതെ, നിഷയോട് മാത്രമല്ല പറയുന്നത്, നുണയും കൊതിയും പരിദൂഷണവും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് പണം ഉണ്ടാകേണ്ട രീതി, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുത്താനുള്ള രീതി വേണം നോക്കേണ്ടത്. ഈ നുണയും കൊതിയും പരിദൂഷണവും ഒക്കെ പറയുമ്പോഴേ അത് താൽക്കാലികമാണ്. അന്നേരം ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടാകും, നുണയും കൊതിയും പരിദൂഷണവും പറയാൻ വേണ്ടി. പിന്നെ ആരും നമ്മളോടൊപ്പം ഉണ്ടാകില്ല. പറഞ്ഞ് മനസ്സിലായോ? അത് കേട്ട് സൂഹിക്കാനും, നുണയും കൊതിയും പരിദൂഷണം പറയുന്ന കൂട്ടം കൂടിയിരുന്ന് അത് കേട്ട് സൂഹിക്കാനും ഒക്കെ വരും. കയ്യിലൊരു 5 പൈസ ഇല്ലെങ്കിലോ ഇവരാരും നമ്മളോടൊപ്പം കാണില്ല. നമുക്കൊരു അസുഖം വന്നാലോ ഈ നുണയും കൊതിയും പരിദൂഷണം പറഞ്ഞവരാരും നമുക്ക് 10 പൈസ തരില്ല. ഞാൻ ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ട് ഒരുപാട് പേരുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ പണം വരുന്നു. അവരാരും കടം വാങ്ങിക്കുന്നില്ല. ഇനി നമുക്ക് കൂടുതൽ ആളുകൾ നമ്മുടെ അരികിലേക്ക് കറക്റ്റ് നാകാന്ന്. ലതിക ഗുപ്ത.